അല്ലാഹ് എന്ന് പറയപ്പെട്ട് കഴിഞ്ഞാൽ താടിയും തഴമ്പും തലപ്പാവും ജുബ്ബയുമൊന്നുമല്ലടോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ആരാണ് ഒരു യഥാർത്ഥ സത്യവിശ്വാസി എന്നറിയോ? ഒരു യഥാർത്ഥ സത്യവിശ്വാസിയായ മനുഷ്യനാരാ? അവന്റെ മുമ്പിൽ അല്ലാഹ് എന്ന് പറഞ്ഞാൽ, അവന്റെ മുമ്പിൽ അല്ലാഹ് എന്ന് പറഞ്ഞാൽ വജിലത്തു ഖുലൂബുഹും, അവന്റെ ഹൃദയങ്ങൾ കിടങ്ങുകയാണ്, അവന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും അവന് ഓർമ്മ വരികയാണ്. അവന് പടച്ചവനിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, അല്ലാഹു വിശുദ്ധമായ ഖുർആനിലൂടെ ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫീഹാ കാലാകാലം സ്വർഗത്തിന്റെ അവകാശികളാണെന്ന് അല്ലാഹു ഖുർആനിലൂടെ സന്തോഷ വാർത്ത പറഞ്ഞ ആ മനുഷ്യന്റെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ? അവൻ അല്ലാഹുവിനെ വല്ലാത്ത ഭയമുള്ളവനാ, അവൻ അല്ലാഹുവിനെ വല്ലാതെ പേടിച്ച് ജീവിക്കുന്നവനാ, അവൻ അല്ലാഹ് എന്ന് പറഞ്ഞ കരയുന്നവനാ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറഞ്ഞു തരുമ്പോ, ഈ വഅദ് പറയുന്ന ഞാനാകട്ടെ, വഅദ് കേൾക്കുന്ന നിങ്ങളാകട്ടെ, എന്റെയും നിങ്ങളുടെയും ചെവിയുടെ ചാരത്ത് വന്നിരുന്നിട്ട് ഒരു പ്രാവശ്യമല്ല 1,00,000 പ്രാവശ്യം അല്ലാഹ് എന്ന് പറഞ്ഞാൽ, യഥാർത്ഥ ഒരു സത്യവിശ്വാസിയുടെ മുമ്പിൽ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അവൻ ഭയപ്പെടും, അവന്റെ കൈകാല് വിറയ്ക്കും, അവന്റെ ഹൃദയം പിടയ്ക്കും, അവന്റെ കണ്ടടങ്ങൾ നിറഞ്ഞു കഴിയും, അവന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും അവൻ ഓർമ്മ വരും, അവൻ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങും. അല്ലാഹ് എന്ന് പറഞ്ഞാൽ കണ്ണ് നിറയുന്ന ആരാണ് ഈ കൂട്ടത്തിലുള്ളത്? അങ്ങനെ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവൻ കാലാകാലം സ്വർഗത്തിന്റെ അവകാശിയാ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിൽ ആർക്കാ അല്ലാഹനെ പേടിയുള്ളത്? നമുക്ക് അല്ലാഹ് ആരാണെന്ന് പോലും അറിയില്ല. നമുക്ക് അല്ലാഹനെ കുറിച്ചുള്ള അറിവ് പോലും ഇല്ലാതെ പോയിരിക്കുന്നു. നമുക്ക് അല്ലാഹനെ ഒന്നും പേടിയില്ല സഹോദര. അല്ലാഹനൊക്കെ പേടിയുണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു. അല്ലാഹനെ നമുക്ക് ആർക്കെങ്കിലും ഭയമുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതം ഇങ്ങനെയാകില്ല. ഒരിക്കലും നമ്മൾ അല്ലാഹുവെ ഇങ്ങനെ ജീവിക്കേണ്ടവരല്ല. നമ്മൾ അല്ലാഹുവിനെ ഭയന്നിരുന്നെങ്കിൽ മരണമുണ്ടെന്നും ഖബറുണ്ടെന്നും നരകമുണ്ടെന്നും മഹ്ശറയുണ്ടെന്നും ഹിസാബുണ്ടെന്നും ഉള്ളൊരു ബോധം നമുക്കുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ സ്വഭാവം എത്രയായിരുന്നു? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ആർക്കാണ് അല്ലാഹനെ പേടിയുള്ളത്? അല്ലാഹനെ കുറിച്ച് അറിയുന്ന എത്ര പേരുണ്ട്? ഇവിടെ അല്ലാഹനെ കുറിച്ച് നമുക്ക് അറിയുമായിരുന്നെങ്കിൽ നമ്മുടെ സ്വഭാവം ഒരിക്കലും ഇങ്ങനെയാകില്ല. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, നന്മയും ചെയ്യും തിന്മയും ചെയ്യും ഒരേപോലെ. ഇന്നത്തെ മുസ്ലിമിന്റെ അവസ്ഥ എന്ന് പറയുന്നത് നന്മയും ചെയ്യും തിന്മയും ചെയ്യും ഒരേപോലെ, പേടിയില്ല. നല്ല കാര്യവും ചെയ്യും, അതുപോലെ മോശമായ കാര്യവും ചെയ്യും, ഒരു ഭയം തോന്നുന്നില്ല. ഇവിടെ തെറ്റെന്ന് പറയുന്നത് മൂക്കിന്റെ മുകളിൽ വന്നിരിക്കുന്ന ഒരു ഈച്ചയെ പായിച്ച് കളയുന്നത് പോലെ അത്രയും നിസാരമായി പോയി. കള്ളുകുടിക്കലും വ്യഭിചരിക്കലും പലിശ തിന്നലും തോന്നിവാസങ്ങൾ കാണിക്കലും അത്ര നിസാരമായി കാണുന്ന ഒരു കാലഘട്ടം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഞാൻ ഉദാഹരണ സഹിതം നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് പ്രായമുള്ളവര് സ്റ്റേജിലും ഇരിക്കുന്നുണ്ട്, പുറത്തും ഇരിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 15 വർഷം മുമ്പ്, ഇപ്പത്തെ കാര്യമല്ല, ഒരു 10-15 വർഷം മുമ്പ് അല്ലാഹുവിന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ഒരു മനുഷ്യൻ കള്ളു കുടിക്കാറില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റെ, പുറകിരിക്കണേ ചങ്ങായിമാരൊക്കെ ഒന്ന് എഴുന്നേറ്റെ. മൈക്ക് സെറ്റുകാരെന്താ? മൈക്ക് സെറ്റുകാരനെങ്കിൽ ആ പുറകിരിക്കണേ ചങ്ങായിമാരൊക്കെ എല്ലാരും നിങ്ങൾ എഴുന്നേക്കട്ടെ മക്കളെ. എനിക്ക് കൊറോണ ഒന്നും ഇല്ലടോ, ഈ യാത്ര ചെയ്യുന്നതിന്റെ ഒരു ചെറിയ ജലദോഷമേ ഉള്ളൂ. മഴ പെയ്താൽ എല്ലാവരും എന്തായാലും നനയും, അതപ്പം നോക്കാം. നിങ്ങൾ ഇങ്ങോട്ട് മുമ്പോട്ട് കയറിയിരുന്നേ. ചന്ദനം ചാരിയ ചന്ദനം മണക്കുന്ന ഇവന്മാരുടെ കൂടെ ഇരുന്ന് നീ രക്ഷപ്പെടും. പാപ്പ ഇങ്ങോട്ട് വാ മോനെ, ഞാൻ ഇരുന്നോട്ടെ, ഇരുന്ന് പറഞ്ഞോട്ടെ, ഇരുന്ന് പറഞ്ഞോട്ടെ. ഇത് വേണ്ടപ്പ രാജാവിന്റെ
മുതല്ലിമീങ്ങളുടെ കൂടെ ഇരുന്നാൽ ആ കിട്ടുന്നത് വലിയൊരു അവസരമാണ്. അപ്പൊ നിനക്കുറിച്ച് അറിയാഞ്ഞിട്ടാ. ഈ ഇരിക്കണ ചങ്ങാതിമാരാരെങ്കിലും ഇവിടത്തെ പള്ളിപ്പറമ്പിലേക്കൊന്ന് ചുമ്മാതെ പോയാൽ മതിയോ? ഇരിക്കുന്ന മുത്തല്ലിമീങ്ങൾ ആരെങ്കിലും ചുമ്മാതെ ഒന്ന് പള്ളിപ്പറമ്പിലേക്ക് ഇറങ്ങിപ്പോയാൽ മതി. ഇവൻ പോയത് കാരണം ആ പള്ളിപ്പറമ്പിൽ കിടക്കുന്നവര് പോലും രക്ഷപ്പെടും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇതിനകത്ത് ഇത്തിരി കുറച്ച് വെച്ചോ, എനിക്കുള്ളത് ഇത്തിരി കുറച്ചോ, പുറത്തോട്ടുള്ളത് കൊടുത്തു കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് ചന്ദനം ചാരിയ ചന്ദനം മണക്കുന്ന ഈ മക്കളുടെ കൂടെ ഇരുന്നാൽ ചിലപ്പോ ഈ ഒരൊറ്റ ഇരുത്തം കൊണ്ട് രക്ഷപ്പെടും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഒരു 10 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 15 വർഷം മുമ്പ് അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് നിസ്കരിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരുത്തൻ കള്ളുകുടിക്കോ? പറകാക്കാമാരെ പ്രായമുള്ളവരെ കൊണ്ടല്ലോ പറയോ? ഉണ്ടോപ്പോ? നിങ്ങളിത് ചിരിക്കണം. ഉണ്ടോ? ഒരു 10 15 വർഷം മുമ്പ് അള്ളാഹുടെ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ഒറ്റ ഒരുത്തനും കള്ളു കുടിക്കൂല. ഈ കള്ളു കുടിക്കുന്ന ഏതെങ്കിലും നിസ്കരിക്കാൻ പള്ളി വരുമോ? അതുമില്ല. കള്ളു കുടിക്കുന്നവൻ നിസ്കരിക്കാൻ വരൂല, നിസ്കരിക്കുന്നവൻ കള്ളു കുടിക്കൂല. അത് പണ്ട്. വ്യഭിചരിക്കുന്ന ഒരാളും പള്ളിയിൽ നിസ്കരിക്കാൻ വരില്ല, പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നവൻ വ്യഭിചരിക്കൂല. പലിശ കച്ചവടം നടത്തുന്ന ഒരാൾ നിസ്കരിക്കാൻ പള്ളിയിൽ വരൂല, ആ പലിശ കച്ചവടം നടത്തുന്ന ഒരാൾ പള്ളിയിലും വരില്ല, നിസ്കരിക്കുന്നവൻ പലിശ കച്ചവടം നടത്തൂല. ഇത് പണ്ട്. ഇന്നത്തെ കാലഘട്ടം 2024 ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച അവസാനിച്ചു. ഇപ്പൊ കള്ളു കുടിക്കുന്നവന് നിസ്കരിക്കാൻ പള്ളിയിൽ വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇപ്പൊ വരുവോ? നിങ്ങൾ എന്താ മനുഷ്യന്മാര് സ്നേഹമില്ലാത്ത? കഞ്ചാവടിക്കുന്നവൻ നിസ്കരിക്കാൻ പള്ളി വരുവോ? അവൻ വെള്ളിയാഴ്ച പള്ളിയിൽ വന്ന് നിസ്കരിക്കുകയും ചെയ്യും, കഞ്ചാവടിക്കുകയും ചെയ്യും. അവൻ നിസ്കാരമുണ്ട്, കള്ളുകുടിയുണ്ട്. പണ്ട് പള്ളി വരുന്നവൻ വ്യഭിചരിക്കൂല, വ്യഭിചരിക്കുന്ന ഒരുത്തരും പള്ളി വരൂല. ഇപ്പം പള്ളി പരിപാലിക്കുന്നവന്റെ ഹിസ്റ്ററി എടുത്തു നോക്കിയ കേസ് കാണും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പള്ളി പരിപാലിക്കുന്നവന് പോലും എന്റെ പ്രിയപ്പെട്ടവരെ പ്രതികളാണ് ഇപ്പോ കമ്മിറ്റി ഓഫീസിൽ ഇരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണ്ട് പലിശ കച്ചവടക്കാരൻ പള്ളി വരൂല, പലിശ കച്ചവടക്കാരൻ പള്ളി വരൂല, പള്ളിയിൽ വരുന്നവനാ കച്ചവടം നടത്തൂല. ഇപ്പോഴോ റഹീമായ അല്ലാഹുവേ നീ കാത്തിരക്ഷിക്കണ തമ്പുരാനെ, ഇപ്പൊ എല്ലാം പള്ളിക്കകത്തുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ എല്ലാരും പള്ളിക്കകത്തുണ്ട്. ഒരു ഭയമില്ലടോ തെറ്റ് ചെയ്യാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിയിലെ ഉസ്താദ് ദുആ ചെയ്യാറുണ്ട്. ഖതീബ് ഉസ്താദ് ദുആ ചെയ്യുന്ന സമയത്ത് ഉസ്താദിന് തന്നെ തോന്നാറുണ്ട്, പടച്ചോനെ ഞാൻ ആർക്ക് വേണ്ടിയാ അല്ലാഹ് ഇത് ചെയ്യുന്നതെന്ന്. കാരണം എന്തേ? ആമീൻ പറയാനൊന്നും ആളെ കാണത്തില്ലടോ. പള്ളിക്കകത്തൊന്നും ശബ്ദമൊന്നും ഇല്ല ആമീൻ പറയാൻ. അതൊക്കെ വല്ല പൊതുയോഗോ ജനറൽ ബോഡി ഉണ്ടാവണം, നാവുണ്ടോ എന്ന് അറിയണമെങ്കിൽ. അപ്പൊ ഉസ്താദിന് തന്നെ തോന്നും, പടച്ചോനെ ഞാൻ ആർക്ക് വേണ്ടിയാ അല്ലാഹ് ഈ ദുആ ചെയ്യുന്നേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ ഉസ്താദ് ദുആ ചെയ്യുമ്പോ ഒരു ദിവസം ആമീൻ കേൾക്കുന്നുണ്ട് പള്ളിക്കകത്ത്. ആരോ ഒരാളിരുന്നിട്ട് ആമീൻ ആമീൻ. ഉസ്താദിന് വലിയ സന്തോഷമായി, പടച്ചോനെ ആരാ അല്ലാഹ് ഇന്ന് പള്ളിക്കകത്തിരുന്ന് ആമീൻ പറയണേ. ഉസ്താദിന്റെ ദുആ കൂടലാ തുടങ്ങി. ഉസ്താദ് അങ്ങോട്ട്, അല്ലാഹുവേ നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ, നീ സ്വർഗം കൊടുക്കണേ അല്ലാ, നല്ല മരണം കൊടുക്കണേ അല്ലാ. ഈ ചങ്ങാതി പറയുന്നുണ്ട് ആമീൻ ആമീൻ ആമീൻ. ഈ ചങ്ങാതിയുടെ ആമീൻ കേട്ടിട്ട് പള്ളിക്കകത്തിരിക്കുന്ന എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവസാനം ഉസ്താദ് ഓനെ നല്ലതുപോലെ ഒന്ന് നോക്കി. ഇമാമിന്റെ തൊട്ടുപുറകിൽ 2 കൈയും ഉയർത്തിപ്പിടിച്ചിട്ട് ഉസ്താദ് ദുആ ചെയ്യുമ്പോ ആമീൻ പറയുന്ന സഹോദരനെ നല്ലതുപോലെ നോക്കുമ്പോ അവന്റെ പോക്കറ്റിൽ ഇങ്ങനെ തെളിഞ്ഞു കാണാം, നാളെയാണ് 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 ശനിയാഴ്ച ബമ്പർ, പടച്ചോനെ ഓണ ബമ്പർ, ലോട്ടറി എടുത്ത് പോക്കറ്റിൽ വെച്ചിട്ട് പള്ളിക്കകത്ത് വന്ന് ആമീൻ പറയുന്ന കാലം അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ ചിന്തിച്ചു നോക്കണോ, അള്ളാഹുടെ പള്ളിക്കകത്ത് പോലും അതെടുത്തുകൊണ്ട് വന്നിട്ട് ഉസ്താദ് ദുആ ചെയ്യണേ. ഇപ്പൊ ഓണം വന്നല്ലോ. എത്ര ഇപ്പത്തെ ഓണ ബമ്പർ? നിങ്ങളൊക്കെ മലക്കുകൾ, ഞാൻ മാത്രമേ ഉള്ളൂ മനുഷ്യനായിട്ട്. സുബ്ഹാനല്ലാഹ്, ആർക്കും അറിയത്തില്ല. എടുത്തിട്ട് ദുആ ചെയ്തിട്ടുണ്ട് അടക്ക. 75 ലക്ഷമാണ് തോന്നുന്നു. പറയണ മോൻ എത്ര? അല്ലാഹ്, ലക്ഷമോ കോടിയോ കണ്ട. കിളിമാനൂര് നിൽക്കുമ്പോ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇത്ര. ഞാൻ പറഞ്ഞു ഇതൊക്കെ കൊണ്ടുവെക്കാൻ സ്ഥലമില്ലെന്ന്. എവിടെ കൊണ്ടുവെക്കാനാ? എടോ, പണ്ട് ഉസ്താദന്മാരോട് ഇത് വേണോന്ന് ആരെങ്കിലും ചോദിക്കോ? ജുബ്ബയും തൊപ്പിയും ഇട്ട ഒരാളോട് പോലും ഇത് വേണോന്ന് ആരും ചോദിക്കത്തില്ല. കാരണം ഈ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിനൊരു വിലയുണ്ടായിരുന്നു.
ഞാൻ എൻ്റെ കുടുംബവുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു ഓണ ബമ്പർ വേണമെന്ന്. ഞാൻ പറഞ്ഞു അമ്മേ ഞങ്ങൾക്കിത് ഹറാമാണ്. ആ അമ്മയ്ക്ക് എന്ത് ഹറാമ്? ഞാൻ പറഞ്ഞു ഞങ്ങൾക്കിത് ഹറാമാ, പാപവാ. ആ അമ്മ എന്നെ നോക്കിയിട്ട് ഒന്ന് ചിരിച്ചു. എനിക്ക് മനസ്സിലായി എന്നെ കളിയാക്കിയതാണ്. ഞാൻ ചോദിച്ചു എന്തേ അമ്മയെ ചിരിക്കണേ? അല്ല അച്ഛാ, നിങ്ങളുടെ ഒരു കാക്കാടെ കടയിലെ ഏജന്റാണ് ഞാൻ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അമ്മ പറഞ്ഞ ഒരു മറുപടി, നമ്മുടെ ഒരു കാക്കാടെ കടയിലെ കച്ചവടക്കാരിയാ അമ്മ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അത്രത്തോളം ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യന്മാർക്ക് ഭയമില്ലടോ തെറ്റ് ചെയ്യാൻ, പാപം ചെയ്യാൻ പേടിയൊന്നുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പരസ്യമായി വൻപാപങ്ങൾ ചെയ്യുകയാണ്, കള്ളു കുടിക്കുകയാണ്, വ്യഭിചരിക്കുകയാണ്, പലിശ തിന്നുകയാണ്. ഒരു ഭയമില്ലടോ, ഒരു പേടിയില്ലടോ. അതാ ചോദിക്കാനും പറയാനും ആരുമില്ലെന്നുള്ള ചിന്തയോടെ നടക്കുകയാണ്. ഉസ്താദേ, ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാ, ഈ ജീവിതം സുഖിക്കാനുള്ളതാ, അല്ലാതെ നിങ്ങളൊക്കെ പറയുന്നത് പോലെ സ്വപ്ന ലോകത്ത് ജീവിക്കാനുള്ളതല്ല. ഈ മരണതാ കബറും നരകമൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ഇതൊക്കെ ചുമ്മാതെ പറയുന്നതല്ല. ഇതൊക്കെ പ്രായമുള്ളവരോട് ചെന്ന് പറ, വിദ്യാഭ്യാസമില്ലാത്തവരോട് പറ. ഞങ്ങളൊക്കെ പഠിച്ചവരാണ്, ഞങ്ങളൊക്കെ വിദ്യാഭ്യാസമുള്ളവരാണ്. എവിടെയാ ഉസ്താദേ നരകമിരിക്കുന്നത്? എവിടെയാണ് അള്ളാഹു നരകത്തെ പടച്ചു വെച്ചിരിക്കുന്നത്? ആകാശത്തിലാണോ, ഭൂമിയിലാണോ, അതോ കടലിന്റെ അടിത്തട്ടിലാണോ? എവിടെ ണെന്ന് പറഞ്ഞ് കളിയാക്കുകയാണ്. നിങ്ങളൊക്കെ എത്ര വാഴ പറഞ്ഞാലും ഞങ്ങൾ ഇങ്ങനെയാ ഉസ്താദ്, ഞങ്ങൾ ഇങ്ങനെയാ ഉസ്താദ്, ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരൂല. എന്റെ പ്രിയപ്പെട്ടവരെ, പറയുന്നവനെ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട യുവത്വമേ, ഞങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ പെങ്ങളെ, നീ തലമറച്ച് നടക്കണേ. നിന്റെ ഒരു മുടി പോലും പുറത്തു കാണിക്കരുത്, നിന്റെ ഒരു മുടി പോലും പുറത്ത് കാണിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നരകത്തിന്റെ തൊപ്പി കൊണ്ടുവന്ന് നിന്റെ തലയിൽ ധരിപ്പിക്കുമെന്ന് പറയുമ്പോ, നരകത്തിലധികവും പെണ്ണുങ്ങളാണെന്ന് പറയുമ്പോ കളിയാക്കുകയാ, പരിഹസിക്കുകയാ. എടാ ചെറുപ്പക്കാരാ, മോനെ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കടാ. നരകം എവിടെയായിരിക്കുന്നതെന്ന് ഞങ്ങൾ പറഞ്ഞു തരുമ്പോ നിനക്കൊക്കെ വിശ്വസിക്കാൻ മടിയാണെങ്കിൽ എന്റെ ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ, എന്റെ സഹോദരിമാരോട് ചോദിക്കട്ടെ, നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കണ്ടാ വിശ്വസിക്കുമോ? നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കണ്ടാ വിശ്വസിക്കുമോ? എങ്കിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, പടച്ചവനെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുമ്പോ പള്ളിപ്പറമ്പിലെ 6 അടി മണ്ണിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇടഞ്ഞു വരുന്നവർ, മുഖത്തു മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, മുഖതുമലയോളം വലിപ്പമുള്ള വയറ് വെച്ചുകൊണ്ട് വരുന്നവർ, ഇതുപോലെ 41 വിഭാഗത്തിൽ നാളെ എന്റെ സമുദായം ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരുമ്പോ, നാളെ അള്ളാന്റെ കോടതിയിലേക്ക് ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ട് ചെറുപ്പക്കാരാ. മോനെ, നിന്റെ തലയുടെ മുകളിൽ 15 ലക്ഷം കിലോമീറ്റർ മുകളിൽ ഉദിച്ചിരുന്ന സൂര്യന്റെ ചൂടുണ്ടല്ലോ, എനിക്കും നിങ്ങൾക്കും താങ്ങാൻ പറ്റുന്നില്ല. 9:30 വിയർക്കുകയാണ്, വല്ലാതെ പ്രയാസപ്പെടുകയാണ്. ഇട്ടിരിക്കുന്ന ഫർദയുടെ ഉള്ളിലൂടെ വിയർപ്പ് തുള്ളി ഒഴുകുമ്പോ പ്രയാസപ്പെടുന്ന ഉമ്മ, ഇതൊന്നും ഒരു ചൂടല്ല, ഇതൊന്നും ഒരു വിയർപ്പല്ല. പടച്ചവനെ, ചൂടൊക്കെ എവിടെയാണെന്നറിയോ? ചൂടുള്ള നാളുണ്ടേ, കിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള. വൻദോഷ വണ്ടിയുമായി വരുന്നേ കാള, ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഇള.
സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള അമലൊന്നുമില്ല തങ്ങു ചെന്ന കോള മക്കളെ പഴയ വീട് കെട്ടുന്ന ഇഷ്ടിക കണ്ടിട്ടുണ്ടോ ചെളിക്കകത്ത് നിന്ന് ഉണ്ടാക്കി ഇഷ്ടിക എങ്ങനെയാണ് ചുമന്ന നിറമായത് അത് കത്തിക്കുന്ന ചൂളയുടെ പരിസരത്ത് പോയിട്ടുണ്ടോ പച്ചവിറകിട്ട് കത്തിക്കുന്ന ചൂളയുടെ പരിസരത്ത് പോകാൻ കഴിയില്ലടോ നിങ്ങൾ ചുമട് വലിച്ചു കൊണ്ടുവരുന്ന കാളയെ കണ്ടിട്ടുണ്ടല്ലോ ആ ചുമട് വലിച്ചു കൊണ്ടുവരുന്ന കാളയുടെ വായിലൂടെ പതയുന്നൊരയും ഒഴുകുന്നത് പോലെ നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് വെച്ചിട്ട് മനുഷ്യന്റെ വായിലൂടെ പതയുന്നൊരയും ഇങ്ങനെ ഒഴുകുന്നത് കാണാ വാഴ കേൾക്കാൻ ഓടി വന്ന പെങ്ങളെ അടുക്കളയിൽ ചോറ് വെക്കുന്നവളല്ലേ കലത്തിനകത്ത് കിടന്ന് ചോറിങ്ങനെ തിളച്ചു മറിയാറുണ്ടല്ലോ എങ്കിലും നാളെ പടച്ചറപ്പിന്റെ കോടതിയില് നിന്റെയൊക്കെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ അതിങ്ങനെ തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുന്ന ദിവസമാണ് മസറ അന്ന് 15 ലക്ഷം കിലോമീറ്റർ മുകളിൽ നിന്നിരുന്ന സൂര്യനുണ്ടല്ലോ എന്റെയും നിങ്ങളുടെയും തലയുടെ ഒരു ജാണ് മുകളിലേക്ക് അല്ലാഹു അങ്ങ് താഴ്ത്തുകയാ അതാണോ പരലോകം ആ പരലോകത്തെ ഞാനും നിങ്ങളും മുടുതുണിയില്ലാതെ ചെമ്പിന്റെ തറയിൽ ഞാനും നിങ്ങളും പേടിച്ചു നിൽക്കുമ്പോ അതാ മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കിന്റെ ചാരത്ത് ചെന്നിട്ട് പറയുന്നു മാലിക്കേ നരകത്തെ കൊണ്ടുവരാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാ എവിടെയാണെന്ന് ചോദിക്കുന്ന ചെറുപ്പക്കാരാ വിശ്വസിക്കാൻ മടിയുള്ള പെങ്ങളെ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്ക് ചോദിക്കുകയാണ് എങ്ങനെ കൊണ്ടുവരാനാണ് ഈ നരകം ഞാൻ എങ്ങനെ കൊണ്ടുവരാനാണ് എങ്ങനെയാണ് ഞാൻ ഈ നരകം കൊണ്ടുവരുന്നത് ജനങ്ങൾക്ക് ഇത് താങ്ങാൻ കഴിയില്ലല്ലോ പടച്ചവനെ അതാ ജിബ്രീൽ പറയുന്നു മാലിക് ഈ ലോകം മുഴുവൻ അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബിന്റെ കൽപ്പനയാ കൊണ്ടുവരാറ് സുബ്ഹാനല്ലാഹ് നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്ക് തന്റെ അനുയായികളെ വിളിക്കുകയാണ് യഥാ ചങ്ങലയെടുത്തു കൊണ്ടുവരാറ് സുബ്ഹാനല്ലാഹ് 70,000 ചങ്ങലകൾ വലിച്ചു കൊണ്ടുവരികയാ അല്ലാഹുവേ 70,000 ചങ്ങലകൾ കൊണ്ടുവന്നിട്ട് നരകത്തിന്റെ ഒരു ഭാഗത്ത് ബന്ധിപ്പിക്കുകയാ ചങ്ങലയുടെ വലുപ്പം പറയുന്നില്ല മോനെ ആനയെ കെട്ടുന്ന ചങ്ങല കണ്ടിട്ടുണ്ടോ കൊളുത്തുകൾ ചേർത്ത് വെച്ചിട്ടല്ലേ ചങ്ങല പണിയുന്നത് എന്നാ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയുടെ വലുപ്പമല്ല ആ ചങ്ങലയിലെ ഒരു കൊളുത്തിന്റെ വലുപ്പമുണ്ടല്ലോ ഈ കാണുന്ന ദുനിയാവിനെക്കാളും വലുതാ ഈ പ്രപഞ്ചത്തിനെക്കാളും വലുപ്പമുള്ള കൊളുത്തുകൾ കൊണ്ടുണ്ടാക്കിയ അതാ ചങ്ങല 70,000 കൊണ്ടുവന്ന് നരകത്തെ അങ്ങ് കെട്ടുകയാണ് എന്നിട്ട് ഒരു ചങ്ങലയിൽ 70,000 മലക്കുകള് സുബ്ഹാനല്ലാഹ് കരഞ്ഞു വിളിച്ചുകൊണ്ട് നാളെ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് ആ നരകത്തെ കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ടടാ ചെറുപ്പക്കാരാ കരഞ്ഞു വിളിച്ചുകൊണ്ട് തലതാട്ടി പിടിച്ചിട്ട് ആ നരകത്തെ ഇങ്ങനെ വലിച്ചു കൊണ്ടുവരുമ്പോ എവിടെയാണെന്ന് ചോദിച്ച ചെറുപ്പക്കാരോട് എവിടെയാണെന്ന് ചോദിച്ച യുവത്വത്തോട് അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാമ് പറയുകയാ ആ നരകത്തെ കൊണ്ടുവരുന്ന രംഗം കാണുമ്പോ അവിടെ നിന്നുകൊണ്ട് പറയുന്നു റബ്ബനാ അബ്സ്വറിനാ വസമിഅനാ ഫർജിഅനാ അല്ലാഹുവിനോട് പറയുന്നു റബ്ബനാ എന്റെ രക്ഷിതാവായ അല്ലാഹ് അബ്സറിനാ പടച്ചവനെ കണ്ടു
കണ്ടു പടച്ചവന്, നരകം കണ്ടു പടച്ചവന്, നരകത്തിന്റെ തീ കണ്ടു പടച്ചവന്, നരകത്തിന്റെ വലിപ്പം കണ്ടു പടച്ചവന്. ആ നരകം കടന്ന് വിളിക്കുന്നത്, ആ നരകം കടന്ന് അട്ടഹസിക്കുന്നത് എന്റെ ചെവി കൊണ്ട് ഞാൻ കേൾക്കുന്നു പടച്ചവന്. അതുകൊണ്ട് എനിക്കൊരവസരം താ, എനിക്കൊരവസരം താ എന്ന് നാളെ പരലോകത്ത് കിടന്ന് തെണ്ടുമെന്ന് അള്ളാന്റെ ഖുർആൻ പെടുന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മോനെ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്ക്. ജീവിതം ആസ്വദിക്കാനുള്ളതല്ല, ജീവിതം സുഖിക്കാനുള്ളതല്ല, നിനക്കൊക്കെ തോന്നുന്നത് പോലെ ജീവിക്കാനുള്ളതല്ല. എടാ, അല്ലാഹു നിന്നെ പടച്ചത് ആസ്വദിക്കാനല്ല, നമ്മളെ പടച്ചത് സുഖിക്കാനല്ല. സഹോദര, അല്ലാഹു തന്നെ ചോദിക്കുകയാ, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, ഓസിന് കേറി പോകാൻ പറ്റുന്ന സ്ഥലമാണ് സ്വർഗ്ഗമെന്ന് നീയൊക്കെ കരുതിയോ? അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് വെറുതെ കേറി പോകാമെന്ന് കരുതിയോ? ഇല്ല സഹോദരാ, ഇല്ല സഹോദരാ. ഫലമായതികും മസലുൽ ലദീന ഖലവു മിൻ ഖബലികും, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്ന ഒരുപാട് കഷ്ടപ്പാടുണ്ട്, ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എല്ലാവർക്കും സ്വർഗമല്ലേ വേണ്ടത്? എല്ലാവർക്കും സ്വർഗമാണ് വേണ്ടത്. ചോദിക്കുന്നത് സ്വർഗമാണ്. എടോ, നമ്മളിൽ പലരും പറയുന്നത്, ഉസ്താദേ നിങ്ങളൊക്കെ പറയുന്നത് പോലെ ജീവിക്കാൻ പറ്റൂല, നിങ്ങളൊക്കെ പറയുന്നത് പോലെ ജീവിക്കാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ വല്ല കാട്ടിലും പോയി ജീവിക്കണം ഉസ്താദ്. നിങ്ങളൊക്കെ ഈ വാഴ പറയുന്നത് പോലെ മനുഷ്യന്മാർക്ക് വല്ല ജീവിക്കാൻ പറ്റുമോ? നമ്മൾ പറയുന്നതാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാലഘട്ടം അങ്ങനെ. തെറ്റുകൾ ചെയ്യാൻ ഇന്ന് കള്ളു കുടിക്കണമെങ്കിൽ പൈസ വേണോ? കള്ളു കുടിക്കണമെങ്കിൽ പൈസ വേണോ? എടാ, ഫ്രീ ആയിട്ട് വാങ്ങിച്ചു തരാൻ ആളുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പണ്ടിങ്ങനെ ജോലിക്ക് പോയിട്ട് വന്നിങ്ങനെ ഏതെങ്കിലും ബാറിന്റെയോ ബീവറേജിന്റെ മുമ്പിൽ നിൽക്കും ഷെയർ ഇടാൻ വേണ്ടി. ഇപ്പൊ ഫ്രീ ആയിട്ട് വാങ്ങിച്ചു തരും ആള്. വ്യഭിചരിക്കണോ? അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ തെറ്റ് ചെയ്യാൻ അവസരം ഉണ്ടാകും. ഈ തെറ്റ് ചെയ്യാൻ അവസരം ഉണ്ടാകുമ്പോഴാണ് നീ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കേണ്ടത്, അള്ളാഹിനെ പേടിച്ച് ജീവിക്കേണ്ടത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, നിസ്കരിക്കുന്നവനൊരു സ്വർഗം, നിസ്കരിക്കുന്നവനൊരു സ്വർഗം, ഹജ്ജ് ചെയ്തവന് സ്വർഗമുണ്ട്, ഖുർആൻ പഠിച്ചവന് സ്വർഗമുണ്ട്, സദക്ക കൊടുത്തവന് സ്വർഗമുണ്ട്, പള്ളി കെട്ടി കൊടുത്തവന് സ്വർഗമുണ്ട്. എല്ലാവർക്കും സ്വർഗമുണ്ട്, എല്ലാവർക്കും ഒരു സ്വർഗമുണ്ടെന്ന് അള്ളാന്റെ ഖുർആൻ പറയുമ്പോ, എങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഒരാൾക്ക് രണ്ട് സ്വർഗമുണ്ട്. നിസ്കരിച്ചവനല്ല, ഹാഫിളായവനല്ല, ആലിമായവനല്ല, പള്ളി കെട്ടിക്കൊടുത്തവനല്ല, ഹജ്ജ് ചെയ്തവനല്ല, റമദാനിൽ നോമ്പ് പിടിച്ചവനല്ല. പിന്നെ ആർക്കാണ് രണ്ട് സ്വർഗമുള്ളതെന്നറിയുമോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. എടാ ചെറുപ്പക്കാരാ, ഒരാൾക്ക് രണ്ട് സ്വർഗമുണ്ടടാ, ഒരാൾക്ക് രണ്ട് സ്വർഗമുണ്ടടാ. ആർക്കാണ് രണ്ട് സ്വർഗം കിട്ടുന്നതെന്നറിയുമോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. പടച്ചവനെ, തെറ്റു ചെയ്യാൻ അവസരമുണ്ടായി. കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി നിന്റെ ശരീരത്തിൽ കയറി പിടിക്കുകയാണ്. എന്റെ ചെറുപ്പക്കാരാ, കൂടെ പഠിക്കുന്നവള് നിന്റെ കയ്യിൽ കയറി പിടിക്കുമ്പോ എന്റെ കൂടെ വാടാ, എന്റെ കൂടെ നടക്കണ, എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള അവകാശം നിനക്ക് തരുമ്പോ അവനോട് പറയണം, എന്റെ ചെറുപ്പക്കാർക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുമ്പോ പടച്ചവനെ, ഒരു ചെറുപ്പക്കാരന് വല്ലാത്ത ഇഷ്ടമാണ്, ഒരു ചെറുപ്പക്കാരനോട് വല്ലാത്ത സ്നേഹമാണ്. ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് ഒരു ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തെന്നറിയോ? 5 വഖത്ത് അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ
പള്ളിക്കകത്ത് 5 വഖത്തും പള്ളിയിൽ വന്നിരിക്കുന്ന ചെറുപ്പക്കാരനാ. അതുകൊണ്ട് ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. ഉമർ തങ്ങൾക്ക് അവനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. ബാങ്ക് വിളിച്ചതിന് ശേഷം വരുന്നവനല്ല, ബാങ്ക് വിളിക്കുമ്പോ പള്ളിക്കകത്തിരിക്കുന്ന ചെറുപ്പക്കാരൻ. പടച്ചവരെ, ആ ചെറുപ്പക്കാരൻ എന്നും പള്ളിയിൽ വരുമ്പോ ആ വരുന്ന വഴിയിൽ ഒരു പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണിന് ഇവനോട് വല്ലാത്ത പ്രേമമാണ്, വല്ലാത്ത പ്രണയമാണ്, വല്ലാത്ത സ്നേഹമാണ്. എന്ത് ചെയ്തിട്ടും ഈ ചെറുപ്പക്കാരൻ വഴങ്ങുന്നില്ല. പള്ളിയിലേക്ക് നടന്നു വരുന്ന വഴിയിൽ ഒരു സുന്ദരിയായ പെണ്ണുണ്ടായിരുന്നു. അവൾക്ക് ഇവനോട് വല്ലാത്ത സ്നേഹമാണ്. എന്ത് ചെയ്തിട്ടും ഇവൻ വഴങ്ങിക്കൊടുക്കുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഈ ചെറുപ്പക്കാരന് പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് നടന്നു പോകുമ്പോ ഈന്തപ്പന മരങ്ങളുടെ ഇടയിൽ ഇവള് പതുങ്ങി നിൽക്കുകയാണ്. ഈന്തപ്പന മരങ്ങളുടെ നടുവിൽ പതുങ്ങി നിൽക്കുകയാണ്. ഈ ചെറുപ്പക്കാരൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു വരുമ്പോ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, എനിക്ക് നിന്നോട് വല്ലാത്ത സ്നേഹമാണ്, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്. എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചതാടാ, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചതാടാ. ആ ചെറുപ്പക്കാരന്റെ കൈകാല് പിടിച്ചിട്ട് എനിക്കൊരു ചുംബനം തരുമോ എന്ന് യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സുന്ദരിയായ ഒരു പെണ്ണ് കിടന്ന് യാചിക്കുമ്പോ ആ ചെറുപ്പക്കാരന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. അവന്റെ കണ്ടടങ്ങൾ നിറയുകയാണ്. അല്ലാഹുവേ, എന്റെ ദുനിയാവും ആഖിറവും പോയല്ലോ അല്ലാ. ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയല്ലോ. ഈ ചെറുപ്പക്കാരൻ കരയുകയാണ്. അതാ ഒരു സുന്ദരിയായ പെണ്ണ് തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ആരുമില്ലാത്ത ഒരു വഴിയിൽ വെച്ചുകൊണ്ട് ഒരു ചുംബനം ചോദിച്ചപ്പോ ആ ചെറുപ്പക്കാരൻ നിലവിളിച്ചുകൊണ്ട് ബോധം കെട്ട് താഴെ വീടുകയാ. പടച്ചവനെ, പെണ്ണ് ഓടി രക്ഷപ്പെടുകയാണ്. ഈ ചെറുപ്പക്കാരൻ ആ വഴിയോരത്ത് കിടക്കുകയാണ്. അവസാനം യാത്രക്കാരെ കാണുകയാണ്. ഈ ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് അവിടുന്ന് എടുത്തുകൊണ്ടുപോയി. അവസാനം ബോധം വന്നപ്പോ നിലവിളിച്ചുകൊണ്ട് തന്റെ പ്രായം ചെന്ന പിതാവിനോട് പറയുകയാ, വാപ്പാ, ഹസറത്ത് ദുനിയാ വൽ ആഖിറ, എന്റെ ദുനിയാവും ആഖിറവും പോയി. ഞാൻ വ്യഭിചാരിയായി. എന്റെ ശരീരത്തൊരു പെണ്ണ് കേറി പിടിച്ചു വാപ്പാ. ഞാൻ നരകത്തിന്റെ അവകാശിയായി, ഞാൻ നരകത്തിന്റെ അവകാശിയായി. ചെറുപ്പക്കാരൻ കിടന്ന് നിലവിളിക്കുകയാണ്. പിതാവ് പറഞ്ഞു, എന്റെ പൊന്നുമോന് തെറ്റ് ചെയ്തില്ല, എന്റെ പൊന്നുമോന് തെറ്റ് ചെയ്തില്ല. അവൾ ഇങ്ങോട്ട് കയറി പിടിച്ചതല്ലേ. നീ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് പിന്തിരിഞ്ഞവനാണ്. വാപ്പ എന്തൊക്കെ പറഞ്ഞിട്ടും ആ പൊന്നുമകന് കേൾക്കുന്നില്ല. പടച്ചവനെ, തെറ്റ് ചെയ്തു പോയല്ലോ, ഞാൻ നരകത്തിലാണല്ലോ. വീടിനകത്ത് കിടന്ന് നിലവിളിക്കുകയാണ്. എന്തെല്ലാം പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കിയിട്ടും അവന്റെ കരച്ചല് തീരുന്നില്ല. ഉപ്പ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോനെ, നീ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനാ, നീ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല. വാപ്പയല്ലേ പറയുന്നത്, നീ നിരപരാധിയാണ്. ആ പൊന്നുമകൻ ഉപ്പയോട് പറയുകയാണ്, ഖലീഫ ഉമറിനോട് ചെന്ന് ചോദിക്ക്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ചെന്ന് മസല ചോദിക്ക്. തന്റെ പൊന്നാര മകന് നെഞ്ചുപൊട്ടിയിട്ട് കരയുന്നത് കണ്ടപ്പോ പിതാവ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ചാരത്ത് ചെന്നിട്ട് പൊന്നുമോന്റെ കാര്യം മുഴുവനും പറഞ്ഞു കൊടുക്കുകയാണ്. ഉമർ തങ്ങൾ പറഞ്ഞു, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, അവൻ നിരപരാധിയാ, അവൻ നിരപരാധിയാ. വാപ്പയ്ക്ക് സമാധാനമായി. തന്റെ പൊന്നുമകനോട് ഇത് പറയാൻ ഓടി വരുമ്പോ സുബ്ഹാനല്ലാഹ്, തന്റെ പൊന്നാര മകൻ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാ. പേടിച്ചു മരിച്ചു പോയടോ. ആ ചെറുപ്പക്കാരൻ നെഞ്ചു പൊട്ടിയിട്ട് മരിച്ചു കിടക്കുകയാണ്. പടച്ചവനെ, തെറ്റ് ചെയ്തു പോയോ, എന്റെ ഭാഗത്ത് തെറ്റു വന്നു പോയോ. ആ ചെറുപ്പക്കാരന്റെ ജനാസ കൊണ്ടുപോയി കബറടക്കിയിട്ട് ആ കബറിന്റെ ചാരത്തിരുന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഓതിയ ആയത്താ, മോനെ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ, നിനക്ക് 2 സ്വർഗമാ മോനെ. ആ
ചെറുപ്പക്കാരന്റെ കബറിന്റെ ചാരത്തിരുന്നിട്ട് ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പറഞ്ഞു കൊടുത്തു, എടോ ഒരു തെറ്റ് ചെയ്യാൻ അവസരമുണ്ടായി, കള്ളു കുടിക്കാൻ ചാൻസ് ഉണ്ടായി, ആരുമില്ല, ആരും അറിയില്ല, കുടിക്കാൻ ചാൻസ് ഉണ്ട്, ആ സമയത്ത് വേണ്ട എന്ന് പറഞ്ഞു മാറ്റിവെച്ചാൽ. എന്റെ പ്രിയപ്പെട്ടവരെ, ആരുമില്ല, കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ കുടുംബത്തിലെ ഒരു പെണ്ണ്, ആരുമില്ലാത്ത ഒരു സാഹചര്യം ഒരുക്കിയിട്ട് പറഞ്ഞു, വാ നമുക്ക് അടിച്ചു പൊളിക്കാം, എനിക്ക് അല്ലാഹനെ പേടിയാ, എനിക്ക് പടച്ചവനെ പേടിയാ എന്ന് പറയാൻ കഴിഞ്ഞാൽ അവന് 2 സ്വർഗമുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹുവിനെ ഭയക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. പടച്ചവനെ ഭയന്ന് വേണം ജീവിക്കാൻ. ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്തോളം എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിനെ ഭയന്ന് വേണം ജീവിക്കാൻ. അങ്ങനെ ജീവിക്കുമ്പോഴാ അല്ലാഹു നല്ല മരണം തരുന്നത്. അപ്പോഴാണ് പടച്ചവൻ നല്ല മരണം തരിക. ആരാ മഹാൻ എന്ന് പറഞ്ഞ് ചുമ്മാതെ വിളിച്ചിരുത്തിയിട്ട് മഹാന എന്ന് പറഞ്ഞാൽ മഹാനാവൂല. അത് തഴമ്പും നാടിയിലൊന്നും കാര്യമില്ല, വാല് പറഞ്ഞെന്ന് പറഞ്ഞും കാര്യമില്ല. അല്ലാഹു നമുക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം നൽകുമാറാകട്ടെ, അല്ലാഹു ഭയം നൽകുമാറാകട്ടെ. ഇത്രയും നീളമുള്ള താടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ വലിയ മഹാനാവോ? ഇന്ന് കഞ്ചാവ് അടിച്ച് കിടക്കുന്നവന് ഇത്രയും താടിയുണ്ട്, ഉസ്താദന്മാർക്ക് പോലും ഇല്ല അത്രയും താടി. ഇത്രയും താടിയും വലിച്ച് കഞ്ചാവ് അടിച്ച് കിടക്കുന്നവനില്ലേ? എടോ, ചിലപ്പോ എന്തെല്ലാം കാണും, കോലങ്ങൾ കൊണ്ടല്ലടോ. അല്ലാഹു ആരാ മഹാൻ എന്ന് പറഞ്ഞാൽ ആരാ? മഹാൻ എന്ന് പറഞ്ഞാൽ ആരാ? ഞാനൊരു ഉദാഹരണം പറയാം, മഹാൻ ആരാണെന്ന്. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കാൻ പറയുന്നത്. നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കാൻ കഴിയണം. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, ആർക്ക് വേണമെങ്കിലും ചരിത്രം എടുത്ത് വായിച്ചു നോക്കാം. ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം ആർക്ക് വേണമെങ്കിലും വായിച്ചു നോക്കാം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന് മനസ്സിലായി തന്റെ മരണം അടുത്തെന്ന് മനസ്സിലായി. മരണം അടുത്തു എന്ന് മനസ്സിലായപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു കുളിച്ചു ഒരുങ്ങി റെഡിയായി നേരെ റൂമിനകത്ത് വന്ന് കിടന്നു. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമാനെ അടുത്ത് വിളിച്ചു, ഫാത്തിമ ഇങ്ങ് വാ. എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ, എന്റെ മരണം അടുത്തിരിക്കുകയാ, എനിക്ക് പോകാൻ സമയമായി. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല പറയാ, എനിക്ക് പോകാൻ സമയമായി. അതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു, വസിയത്തുകൾ പറഞ്ഞു, പൊരുത്തം ചോദിച്ചു. അങ്ങനെ ഒരുപാട് നേരം ഭാര്യയും ഭർത്താവും കൂടെ പരസ്പരം സംസാരിച്ചു. ആ സംസാരമെല്ലാം കഴിഞ്ഞപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല ചോദിച്ചു, ഇനി നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഭാര്യയോട് ചോദിക്കുകയാ, ഇനി നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമ ഇരുന്ന് കരയുകയാ. കാരണം ഭർത്താവിന്റെ അവസാന സമയമാണ്, മരണത്തിന്റെ സമയമാണ്. എന്തു പറയാനാണ്? പടച്ചവനെ ഇരുന്ന് കരയുകയാ. ആ സമയത്ത് ഫാത്തിമയോട് പറയുന്നു, ഫാത്തിമ, പറയാനൊന്നുമില്ലല്ലോ, അതുകൊണ്ട് നീ വാതിലടച്ചിട്ട് പുറത്തിറങ്ങ്. ഈ റൂമിനകത്ത് നിന്ന് നീ വാതിലടച്ചിട്ട് പുറത്തിറങ്ങാൻ ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുകയാണ്. നിങ്ങളുടെ അവസാന സമയമാണ്, നിങ്ങളുടെ അവസാന സമയമാണ്, എന്തിനാ എന്നെ പുറത്താക്കുന്നത്? ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ട സമയമാണല്ലോ, എന്തിനാണ് എന്നെ പുറത്താക്കുന്നതെന്ന് ചോദിക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഫാത്തിമ, ഇന്നി അറാ ഖലഖൂ ലൈസൂ ബിഉനാസിൻ വലാ ജാ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവര്, പടച്ചറപ്പിനെ ഭയന്ന് ജീവിക്കുന്നവര്, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന ഒരു പ്രതിഫലമാണ് ഞാൻ പറയുന്നത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയോട് പറയുന്നു, പെണ്ണേ, മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരാൻ പോകുകയാ. മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു. എന്നെ കാണാൻ അതിഥികൾ വരുന്നു, എന്നെ കാണാൻ അതിഥികൾ വരുന്നു. നീ വാതിലടച്ചിട്ട് പുറത്തിറങ്ങു ഫാത്തിമ. പടച്ചവനെ, മനസ്സില്ല മനസ്സോട് ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ വീടിന്റെ റൂമിന്റെ വെളിയിലിറങ്ങി വാതിലടയ്ക്കുകയാ. ഭർത്താവ് സക്കറാത്തിന്റെ അവസ്ഥയിലാണ്, ഒറ്റയ്ക്ക് കിടക്കുകയാണ്. ഭാര്യ റൂമിന്റെ പുറത്ത് നിന്ന് കരയുകയാണ്. മനസ്സിന് സമാധാനമില്ലടോ, മനസ്സിന് സമാധാനമില്ലടോ. ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ടെൻഷനാണ്. ആരാ? അല്ലാഹ്
എന്റെ ഭർത്താവിനെ കാണാൻ വരുന്നതാരാ അല്ലാ? അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കി പെങ്ങള് വീടിന്റെ പഴുതിലൂടെ, ആ വാതിലിന്റെ പഴുതിലൂടെ ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ ഒളിഞ്ഞു നോക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞതെന്തെന്നറിയുമോ? അസ്സലാമു അലൈക യാ അസ്റായീൽ. അസ്റായിലിനോട് സലാം പറയുകയാ. തന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കിനോട് അവിടുന്ന് സലാം പറയുകയാ. വാസിറായിലേ മർഹബാ മർഹബാ, അവിടുന്ന് സ്വീകരിക്കുകയാ. ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ കണ്ടടം നിറഞ്ഞു ഒഴുകുകയാണ്. പടച്ചവനെ അവിടുന്ന് നോക്കുകയാ. തന്റെ ഭർത്താവ് രണ്ടാമതായി എന്താണ് ചെയ്യുന്നതെന്ന് നോക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖുർആൻ ഓതുകയാ. ചെറുപ്പക്കാരാ, മോനെ അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാമെന്നപ്പോ അതാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല ഖുർആൻ ഓതുകയാ. ഏതായത്താ ഓതിയതെന്നറിയോ? ഏതായത്താ ഓതിയതെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ മനോഹരമായ ഒരു ആയത്ത്. ഏതായത്താ മരിക്കുന്ന സമയത്ത് പാരായണം ചെയ്തതെന്നറിയുമോ? തിൽക്കദ്ദാറുൽ ആഖിറതു നജഅലുഹാ للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമ കണ്ണ് തള്ളുകയാണ്. അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാമെന്നപ്പോ അവിടെ നിന്ന് ഓതുകയാണ്. തിൽക്കദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ.